ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിതാ ഒരു ബക്കറ്റ് നിറയെ കുറേ മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് രണ്ടായിട്ട് ഇതുപോലെ പൊട്ടി മാറിയ ഒരു മുട്ടത്തോടിനെ എടുത്ത് ഒരു മുട്ടയുടെ ഷേപ്പിലേക്കാക്കി ഇതുപോലെ പേപ്പർ ഒട്ടിച്ചെടുക്കുവാണ്. ഇനി ഇതാ ഇതുപോലൊരു വൈറ്റ് പേപ്പറിൽ ഇങ്ങനത്തെ ഷേപ്പുകളൊക്കെ വരച്ചെടുത്തു. അതിനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ അതിലേക്ക് പശ തേച്ച് ഈ മുട്ടത്തോടിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇനി ആ പേപ്പറിൽ നിന്ന് തന്നെ നമ്മൾ വേറെ കുറച്ച് ഷേപ്പുകൾ ഇതുപോലെ ഇങ്ങനെ വെട്ടിയെടുത്തു. അതിൻ്റെ എൻഡ് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഷേപ്പിലാണ് കേട്ടോ ഇത് വെട്ടിയെടുത്തിരിക്കുന്നത്. ആ പേപ്പർ ബേസിലും പശ തേച്ച് നമ്മൾ നേരത്തെ പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോടിൻ്റെ പുറത്തായിട്ട് നേരത്തെ ഒട്ടിച്ച പേപ്പറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത 4-5 പീസുകൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ താഴത്തെ ലെയറിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അമർത്തി ഒട്ടിച്ചു കൊടുക്കണം. മുട്ടത്തോടായതുകൊണ്ട് സൂക്ഷിച്ച് വേണം അമർത്താനായിട്ട്. പിന്നെ ആ പേപ്പർ പീസിൻ്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം, അത് വളഞ്ഞിരിക്കണം കേട്ടോ. അത് ചേർത്ത് ഒട്ടിക്കരുത്. ഈ ഒരു ലെയർ പോലെ തന്നെ താഴേക്ക് ഒരു 2 ലെയർ കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പേപ്പർ പീസിൻ്റെ ഒട്ടിക്കാതെ വിട്ട എൻഡ് ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും റെഡ് കളർ കൊടുത്തു. ആ എൻഡിൽ യെല്ലോയും ഗ്രീനും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 2ആയിട്ട് കട്ടായ ഒരു എഗ്ഷെല്ലിൻ്റെ എൻഡ് ഭാഗം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ തോടിൻ്റെ വാവട്ടത്തിന് വലുപ്പത്തിലുള്ള ഒരു സ്പോഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു എഗ്ഷെല്ലിൻ്റെ പുറത്തേക്ക് ആദ്യം തന്നെ ഫുൾ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പേപ്പറിനെ ഇതുപോലെ അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുവാണ്. അതിന് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ ഒരു ലെയറേ ഒട്ടിച്ചുള്ളൂ കേട്ടോ. വേണമെങ്കിൽ 2 ലെയർ ഒട്ടിച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ പേപ്പറിൻ്റെ കൂർത്ത ഭാഗത്ത് ഇതുപോലെ ഗ്രീനും യെല്ലോയും കളർ കൊടുത്തു. ഇനി ആ ഷെല്ലിൻ്റെ വാവട്ടത്തിനനുസരിച്ച് ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ച് വെച്ച് കൊടുത്തു. വേണമെങ്കിൽ വൈറ്റ് വെച്ച് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിനകത്തിരിക്കുന്ന ആ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ബ്ലാക്ക് കളർ കൊണ്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടാതെയും ലെങ്ത് കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ പോർഷൻ ചെയ്തത് കാണിക്കാത്തത്. ആദ്യത്തെ പോർഷൻ കാണുമ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ചെയ്തെടുത്തെന്നുള്ളൊരു ഐഡിയ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് നീട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്ത വർക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.